ഈ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, വിഷമം തോന്നരുത്. നേവിയിലും പട്ടാളത്തിലും ഒക്കെ ചേർന്നത് ഈ രാജ്യത്തെ രക്ഷിക്കണം എന്നുള്ള ദേശാഭിമാനം. അയ്യോ എന്തെന്നാ മാഷ് പറഞ്ഞത് തോന്നുന്നു. എനിക്ക് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് എനിക്കൊരു തൊഴിൽ തരണമെന്ന് ഒരാളുടെ അടുത്ത് ഞാൻ പോയി പറഞ്ഞിട്ടില്ല. ഒരാളുടെ അടുത്ത് ഇപ്പോൾ ജോസഫ് മുണ്ടശ്ശേരിയൊക്കെ ആയിട്ട് എനിക്ക് അടുപ്പുണ്ടായിരുന്നു. ഇത് ഞാനങ്ങ് ചെന്നാൽ എന്നെ അങ്ങ് എടുക്കണം. ഒരാളോട് അപ്പാ ശപ്പ എന്ന് പറയേണ്ട ആവശ്യമില്ല. അതന്നെ. അപ്പോൾ ഈ രാജ്യാഭിമാനത്തിൻ്റെ പേരിൽ ചേരുന്നവരുണ്ടാവില്ലേ പട്ടാളത്തിൽ? പോയിട്ടുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനത് എഴുതിയിട്ടുള്ളതാണ്. ആകെ കൂടെ ഒരു പയ്യനെയാണ് ഞാൻ കണ്ടത് അമ്മ വഴിപാട് ചേർന്നിട്ട്, ആൺകുട്ടിയായിട്ട് ജനിച്ചാൽ പട്ടാളത്തിൽ ചേർക്കാമെന്ന് അമ്മ വഴിപാട് ചേർന്നിട്ടാണ് എന്നിട്ട് ചേർന്നത്. ആ പയ്യൻ്റെ പേര് ധനീറാം, പഞ്ചാബിയാണ്. ഒരാളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നിരവധി പട്ടാളക്കാരോട് വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ മാത്രമാണ് അമ്മ വഴിപാട് നേർന്നിട്ട് പട്ടാളത്തിൽ വന്നു. പക്ഷെ പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ആ ട്രെയിനിങ് കൊണ്ട് ഒരു ദേശാഭിമാനം അല്ലെങ്കിൽ ദേശരക്ഷയാണ് നമ്മുടെ കർത്തവ്യം. ഒരു വസ്തു വരില്ല. ആത്മരക്ഷയാണ് വേണ്ടതെന്നാണ് ഏത് ഫ്രണ്ടിൽ പോയ പട്ടാളക്കാരനോട് പോയി ചോദിച്ചാലും. പിന്നെ ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഈ വീരചക്രം കിട്ടിയ ചില പയ്യന്മാരെ കുറിച്ചൊക്കെ പറയും. വീരചക്രത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പരമവീരചക്രമൊക്കെ അത് ഇപ്പോഴായത്. പഴയ കാലത്ത് വീരചക്രമല്ല, ഇത് വിക്ടോറിയ ക്രോസ്. വിക്ടോറിയ ക്രോസ് ഒരു പരമ ബുദ്ധൂസ് ഉണ്ടായിരുന്നു ഇത്ര. അവനെങ്ങനെ യുദ്ധം നടക്കുന്ന അവസരത്തിൽ എവിടെയോ ചെന്ന് കടന്നു. അവനിങ്ങനെ തോന്നുമ്പോൾ ഇങ്ങനെ അവൻ്റെ അടുത്ത് മെഷീൻ ഗണ്ണുണ്ട്. അവന് തോന്നുമ്പോൾ മെഷീൻ ഗണ്ണ് ഒരു ആമിനേഷനൊക്കെ കുറച്ച് വെടിവെക്കും. ഒരു തവണ അവൻ പെട്ടാന്ന് വെടിവെച്ച അവസരത്തിൽ ശത്രുക്കൾ വരികയും അവരെ അറ്റാക്കാൻ തീർന്നു. അതുകൊണ്ട് അവർക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ യാദൃച്ഛികമായിട്ട് സംഭവം നടന്നത്. എന്നിട്ട് അവൻ്റെ യൂണിറ്റിലുള്ളവരൊക്കെ അത്ഭുതപ്പെട്ടു പോയി. ഇവന് ഒരിക്കലും ഇത് കിട്ടാൻ സാധ്യതയില്ല, ഒരു ഉറക്കം തൂങ്ങിയാണ് ഇത്രയാണ്. അങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് പട്ടാളത്തിൽ കൃത്രിമമായിട്ടൊരു ഏറ്റുമുട്ടലുണ്ടാക്കി. അത് പറയാം, അതൊക്കെ വഷളുള്ള കാര്യമല്ല പക്ഷേ അത് പറയാൻ ഇഷ്ടമുള്ള ഇല്ല എനിക്ക്. അങ്ങനെയൊക്കെ അത് ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി തന്നെ ഒരു തമാശയായിട്ട് പറഞ്ഞതാണ്. മറ്റതൊക്കെ എന്താ ചെയ്യുക? മനുഷ്യൻ എത്ര നീചനാണെന്നുള്ളത് ബേസിക്കലി എവരി മനുഷ്യനും നീചനാണ്. പിന്നെ നമ്മളൊക്കെ ഈ സൊസൈറ്റിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വേഷട്ട് നടക്കുക എന്നപ്പോൾ എനിക്ക് തോന്നുന്നു. മറിച്ചും പറയുന്നുണ്ട്, ബേസിക്കലി എല്ലാവരും നല്ലവരാ, സാമൂഹ്യ സാഹചര്യങ്ങളാണ് അവരെ ഇങ്ങനെ ആക്കുന്നതെന്ന്. വളരെ തെറ്റാണ്. ഈ ഒരൊറ്റ ഇതേ പറയുന്നുണ്ടോ, അർഹിക്കുന്നവനെ ജീവിക്കുമെന്ന് പറയില്ല, അങ്ങനെ ഒരു ഇതില്ല. എന്തോ ഇംഗ്ലീഷിലൊരു സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. ആ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റിനെ കുറിച്ച് ആലോചിക്കുക. അപ്പം മനസ്സിലാവും നീചൻ. കുറച്ച് ധൈര്യവും വേണം. അവനൊക്കെയാണ് നീചൻ എന്ന് പറയാം. അവന് യാതൊരു അറപ്പുമില്ല കൊല്ലാൻ. അവനെ ജീവിച്ചിട്ടുള്ളൂ. അതാണ് ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ളതിന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നീചത്തരാണ് മനുഷ്യൻ്റെ അടിയിലുള്ളത്. പിന്നെ നമ്മൾ ഈ പരിഷ്കൃത സൊസൈറ്റിയിൽ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിർബന്ധിതരാവാണ് മാന്യരായി ജീവിക്കാൻ. ഞാനങ്ങനെ വിശ്വസിക്കണവനാ. ഈ വി വി അയ്യപ്പൻ എന്നുള്ള അവസ്ഥയിൽ നിന്ന് കോവിലിലേക്ക് മാറുന്നതിനിടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടില്ലേ? അത് ഈ കോവിലിനായതിനു ശേഷം ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. 3-4 വർഷം ഒരക്ഷരം എഴുതാൻ സാധിക്കാണ്ട് വന്നിട്ടുണ്ട്. ആ ഗ്യാപ്പായിട്ട് കരുതിയാൽ മതി. അത് കോവിലെന്നുള്ള പേരിൽ ചെറുകഥകളാണോ നോവലുകളാണോ ആദ്യം ഇറങ്ങിയത്? ചെറുകഥകളാണ്. നോവലുകളിലേക്ക് തിരിഞ്ഞത് പിന്നെ എന്തുകൊണ്ടാണ്? അപ്പം ആദ്യ നോവലാണ് ഞാൻ എഴുതിയതെന്ന് പറഞ്ഞില്ലേ. പിന്നെ ആർമിയിൽ പോയിട്ട് അങ്ങ് ഈ ഇംഗ്ലീഷ് നോവലങ്ങ് വായിക്കാൻ തുടങ്ങി. അത് ബഷീറിൻ്റെ നിർദ്ദേശമാണ്. ബഷീറായിട്ടുള്ള അടുപ്പത്തെ പറ്റി ഒന്ന് പറയാമോ? ബഷീറായിട്ട് അടുപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ മുണ്ടശ്ശേരി മാഷിൻ്റെ അടുത്ത് നിന്ന് നിർദ്ദേശം കിട്ടുകയും ചെറുകഥ എഴുതുന്നുള്ളതും പിന്നെ എഴുതുന്ന ചെറുകഥ എങ്ങനെ വേണമെന്നുള്ളത് എന്നെ പഠിപ്പിച്ചത് അദ്ദേഹമാണ്, ബഷീറാണ്. പിന്നെ ഈ പൊൻകുന്നം വർക്കൊക്കെ ആയിട്ട് എത്രത്തോളം അടുപ്പമുണ്ടായിരുന്നു? ഇല്ല, അവരായിട്ടൊന്നും
പേഴ്സണൽ കോണ്ടാക്റ്റ് ഇല്ല എനിക്ക്. ആ തലമുറയിലുള്ള കേശവദേവ്, തകഴി, കേശവദേവിന് അന്നേ കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് കേശവദേവിന് ഞാൻ ഈ തകർന്ന ഹൃദയങ്ങൾ പ്രിൻ്റ് ചെയ്തപ്പോൾ മുണ്ടശ്ശേരി മാഷ് പറഞ്ഞതായിട്ടാണ്. ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇവരുടെ അഡ്രസ്സൊക്കെ കിട്ടി. ഞാൻ കേശവദേവനും അയച്ചു കൊടുത്തു. അങ്ങനെയാണ് ചങ്ങമ്പുഴയ്ക്ക് അയച്ചു കൊടുത്തത്. മുണ്ടശ്ശേരി മാഷ് പറഞ്ഞിട്ടാണ്. കേശവദേവനും അയച്ചു കൊടുത്തു. അപ്പോൾ കേശവദേവന് ഒരു ദിവസം തൃശ്ശൂർ മംഗളോദയത്തിൽ വെച്ച് കണ്ടു. അപ്പോൾ ഞാൻ ഇങ്ങനെ പതുക്കെ അടുത്ത് കൂടിയിട്ട് ഞാൻ ഒരു നോവൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആർക്കറിയാം അനിയ, അതൊക്കെ വായിക്കാൻ എവിടെ സമയം ചോദിച്ചു. ഒരടി മുഖത്ത് കിട്ടിയ മാതിരി അയ്യപ്പൻ അവിടുന്ന് വലിഞ്ഞു. പിന്നെ ഞാൻ നേരത്തെ ഒരു കഥയുടെ പേര് പറഞ്ഞു, ഒരു പ്രാന്തൻ്റെ കഥ എഴുതിയിട്ടുണ്ട്. ആ കഥയുടെ പേര് ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ആ കഥ എഴുതിയിട്ട് മംഗളോദയത്തിൽ കൊണ്ടുകൊടുത്തു. അവരുടെ ഒരു എഡിറ്റോറിയൽ റൂമിൻ്റെ ഓഫീസിൽ PC-യുടെ അടുത്ത് കൊണ്ടുകൊടുത്തു, കുട്ടിയുടെ അടുത്ത്. അവർ അപ്പം തന്നെ അത് വായിക്കാൻ തുടങ്ങി. നിർത്തി വായിക്കാൻ തുടങ്ങണമെന്ന് കണ്ടപ്പോൾ ഞാൻ അവിടുന്ന് മുങ്ങി. MK രാമേന്ദ്രൻ്റെ ഉത്തരാഖണ്ഡിലൂടെ എന്ന് പറഞ്ഞ യാത്രാ വിവരണമില്ലേ, അത് ഞാൻ വായിച്ചു. അപ്പം അതിലിത് കുറവ് വരുന്നുണ്ട്. അവിടെ ഇംഗ്ലീഷിൽ പറയുന്ന ഹലൂസിനേഷൻസ് ഉണ്ടാവും നമുക്ക്. നമ്മളിങ്ങനെ ഉറങ്ങുകയല്ല, എന്നാൽ ഉറങ്ങുമ്പോഴേ അത് ഇപ്പോഴത്തെ അനുഭവമാണേനും. ഉറക്കത്തിൽ ഉറങ്ങുകയായിരിക്കില്ല മനുഷ്യൻ. ഒരുറക്കം കഴിഞ്ഞാൽ പിന്നെ ഈ ഹലൂസിനേഷൻസാണ്. ഈ മുഴുവൻ പ്രാന്തുകൾ നമ്മുടെ ജീവിതത്തിനോട് ബന്ധപ്പെട്ട തന്നെ അങ്ങനൊരു സംഭവമുണ്ട് അവിടെ. അതിനെയാണ് പിടിച്ചു നിർത്തേണ്ടത്. ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ കവി വേണ്ടത് ആ ഹലൂസിനേഷൻസിനെ റിപ്രൊഡ്യൂസ് ചെയ്യാണ്. സാധിച്ചിട്ടില്ല എനിക്ക്. ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കാര്യം അതൊക്കെ എഴുതിയാൽ വായനക്കാരന് യാതൊരു താല്പര്യം ഉണ്ടാവില്ല അതിൽ എന്നുള്ളതൊക്കെ വളരെ ശരി. അതെനിക്ക് വളരെ മുമ്പേ അറിയാം. വായനക്കാരൻ എന്നെ അത്ര ഗൗനിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ എനിക്കറിയാം. അപ്പം നമുക്ക് ഈ കാണുന്നതൊന്നുമല്ല. നമുക്കങ്ങ് ഈ മതിഭ്രമം എന്ന് പറയുന്നത് മതിഭ്രമം തന്നെയാണ്. മതിഭ്രമം അല്ലെങ്കിൽ പിന്നെ എന്തായി സാഹിത്യം എന്ന് പറയുന്നത്, കവിത എന്ന് പറയുന്നത് ഇത് സിംപിളി മതിഭ്രമമാണ്. നല്ല കവിത മതിഭ്രമമാണ്. പക്ഷെ അതിന് ജീവിതമായിട്ട് ഗാഠമായ ബന്ധം ഉണ്ടാകുമ്പോൾ നല്ല കവിതയാന്ന് പറയുന്നത് നിങ്ങൾ. അല്ലെങ്കിൽ ഇങ്ങനെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഭംഗിയായിട്ട് പറഞ്ഞ്, ഇപ്പോൾ ഞാൻ ഒരാളുടെയും പേര് പറയില്ല. പേര് പറഞ്ഞാൽ ഈ കൂട്ടിച്ചേർക്കണ സംഗതിക്ക് നല്ല കവിയാണ്. 2-3 കവിതകൾ കാവ്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അവർ ഈ കസർത്ത് കാണിക്കുക.